മുട്ടുമടക്കി പാകിസ്ഥാൻ വെടിനിർത്തൽ നിലവിൽ വന്നു. സ്ഥിരീകരിച്ച കേന്ദ്രം. ചർച്ചകൾക്കായി സമീപിച്ചത് പാകിസ്ഥാൻ. മൂന്നാം കക്ഷിയല്ലെന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായെന്ന് കേന്ദ്രം. വെടിനിർത്തലിനും സൈനിക നടപടികൾ മരവിപ്പിക്കാനും ധാരണയായെന്ന് അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രസ്താവന നടത്തിയത്. ഇന്നലെ വൈകിട്ട് 5 മുതലാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. അതേസമയം തീരുമാനം മൂന്നാം കക്ഷി ഇടപെടൽ ഇന്ത്യ നിഷേധിച്ചു. ഇരു രാജ്യങ്ങളുടെയും സൈനിക മേധാവികൾ തമ്മിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സുപ്രധാനമായ തീരുമാനം വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ DGMO ഇന്ത്യയുടെ DGMOയുമായി ബന്ധപ്പെട്ടതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു. വിദേശകാര്യമന്ത്രി S ജയശങ്കർ എക്സിൽ പങ്കുവച്ച പ്രസ്താവനയിലും വെടിനിർത്തൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയുമായി സമാധാന കരാറിലെത്തി മണിക്കൂറുകൾക്കുള്ളിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച പാകിസ്ഥാനെ വിമർശിച്ച് കോൺഗ്രസ് MP ശശി തരൂർ. 4 ദിവസ രൂക്ഷമായ പ്രത്യാക്രമണങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസം 5 മണി മുതലാണ് ഇരു രാജ്യങ്ങൾക്കിടയിൽ വെടിനിർത്തൽ നിലവിൽ വന്നത്. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാൻ കരാർ ലംഘിച്ച് ഡ്രോൺ ആക്രമണം നടത്തുകയും ഇന്ത്യ ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്തു. പാകിസ്ഥാനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച ശശി തരൂർ എക്സിലെ രാത്രി വൈകിയുള്ള പോസ്റ്റിൽ ഒരു ഹിന്ദി ഈരടി തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വാക്കിൽ നിന്ന് പിന്മാറുക എന്നത് അവരുടെ ശീലമാണ്, പിന്നെ അവരുടെ ഉറപ്പുകളിൽ എങ്ങനെ വിശ്വാസമുണ്ടാകുമെന്നാണ് അദ്ദേഹം കുറിച്ചത്. സീസ്ഫയർ വയലേറ്റഡ് എന്ന ഹാഷ്ടാഗും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി ജമ്മു കാശ്മീരിലെ ശ്രീനഗർ ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിലും ഗുജറാത്തിലെ ചില ഭാഗങ്ങളിലും ഡ്രോണുകൾ കണ്ടെത്തി തകർത്ത ശേഷം പാകിസ്ഥാൻ നടത്തുന്ന വെടിനിർത്തൽ ലംഘനങ്ങൾക്ക് ഇന്ത്യൻ സായുധ സേന മറുപടി നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി സ്ഥിരീകരിച്ചു. സാഹചര്യം ഗൗരവത്തോടെയും ഉത്തരവാദിത്വത്തോടെയും കൈകാര്യം ചെയ്യണമെന്ന് അദ്ദേഹം പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്.